പാലക്കാട്ടെ ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പ്രചാരണം ആരംഭിച്ചു. പട്ടാമ്പിയിൽ നിന്നാണ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. സി കൃഷ്ണകുമാറിനൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പാലക്കാട്ടെ ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രചാരണത്തിന് ഇന്ന് തുടക്കമായിരിക്കുന്നു. മണ്ഡലത്തിലുടനീളം റോഡ് ഷോയിലൂടെയാണ് ഇന്ന് പ്രചരണം നടത്തുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ സ്ഥാനാർത്ഥി കൂടി ചേരുന്നുണ്ട്. ഇന്ന് ഔദ്യോഗിക പ്രചരണത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്? 100% ഇത്തവണ പാലക്കാട് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരാൾ തെരഞ്ഞെടുക്കപ്പെടുന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. സ്ഥാനാർത്ഥി പട്ടികയെല്ലാം വൈകിയത് ഏതെങ്കിലും തരത്തിൽ വിജയസാധ്യത ബാധിക്കുന്നത്? ഒരു തരത്തിലുള്ള ഇതിലും ഞങ്ങളുടെ പ്രചരണത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കില്ല. കാരണം മറ്റുള്ള രണ്ട് മുന്നണികളെക്കാട്ടും പ്രചരണത്തില് ഞങ്ങൾ ഒരുപടി മുന്നിലാണ്. ഞങ്ങളുടെ ഒരു ഒന്നാം ഘട്ട ഗൃഹസമ്പർക്കം പൂർത്തിയായി. ഇന്ന് ഞങ്ങളെ ഈ ലോക്സഭാ മണ്ഡലം മുഴുവൻ ഞങ്ങളുടെ പര്യടനം പൂർത്തിയാവുകയാണ്. എന്തെല്ലാം പാലക്കാട് മണ്ഡലത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും പറയാനുള്ളത്? പാലക്കാട് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് എടുത്തു പറയത്തക്ക ഒരു വലിയ പദ്ധതി പോലും കൊണ്ടുവരാൻ ഇവിടുത്തെ എംപിമാർക്ക് കഴിഞ്ഞിട്ടില്ല. പാലക്കാടിന് നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ട്. അട്ടപ്പാടിയിലെ ആദിവാസി ശിശുക്കളുടെ നവജാത ശിശുക്കളുടെ മരണം, അതുപോലെ തന്നെ പാലക്കാട് കാർഷിക മേഖലയുടെ തകർച്ച, പാലക്കാട്ടിലെ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള പുതിയ സംരംഭങ്ങൾ, ഇതൊന്നും പാലക്കാട് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിനൊരു പരിഹാരമാവണം. നിരവധി കേന്ദ്ര പദ്ധതികൾ പാലക്കാടിന്റെ വികസനത്തിനായിട്ട് വരണം. എത്രത്തോളം ഇത് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കുറെ കാലങ്ങളായിട്ടുള്ള. അപ്പം എത്രത്തോളം ഒരു വിജയപ്രതീക്ഷയാണ്? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തില് ഞങ്ങൾ 1-1, 2 എന്ന് കരുതുന്ന ആളുകളില്ല. 1-1, 11 എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. മുൻ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ കഴിയില്ല. വലിയ 1.5% വോട്ടുണ്ടായിരുന്ന ത്രിപുരയിലാണ് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലമ്പുഴയിൽ 2772 വോട്ടിൽ നിന്നാണ് ഞങ്ങൾ 46,000 വോട്ടിലേക്ക് വന്നത്. 2 ലക്ഷം വോട്ടിനെ 4-5 ലക്ഷം വോട്ടായി മാറ്റാൻ ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സറിയുന്ന ഞങ്ങൾക്ക് കഴിയുന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് സ്ഥാനാർത്ഥിയുള്ളത്. ഇന്നത്തെ ഈ റോഡ് ഷോ കഴിയുന്നതോടുകൂടി തന്നെ കൂടുതൽ ശക്തമായ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ബിജെപി വ്യക്തമാക്കുന്നത്.